അതേ, പുതിയ വീട്ടിൽ ഞാൻ ഗസ്റ്റായിട്ട് വന്ന ആദ്യത്തെ ദിവസം കട്ടൻ ചായയും ചോറും. എൻ്റെ കൈ ബേക്ക് വശത്ത് വീണ് പൊട്ടിയെന്ന് പൊരൻ്റെ അടുത്ത് നിന്ന് ആരോ വിളിച്ച് പറഞ്ഞെടുത്താങ്ങാലെ ഞാൻ ബേക്കിൽ വീണ് എൻ്റെ കൈ പൊട്ടി. ആരോട്? എൻ്റെ എമ്മികളോട്. എന്താ പറയുക, ചോറ് വാഴ്ത്തുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ എത്ര ആൾ അമ്മമാരായി കിടന്ന് ചോറ് വാഴ്ത്തുന്നു തമ്പുരാനോ. ചോറും കായുപ്പേരിയുണ്ടല്ലോ, നമ്മളെ പഴത്തിൻ്റെ ഉപ്പേരിയും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും കൂട്ടത്തിലൊരു കട്ടൻ ചായ. എൻ്റെ കൈക്കിനി കുഴപ്പമെന്ന് പറയാൻ കേട്ടോ, പറഞ്ഞതിനൊന്നും ഒരു കുഴപ്പമില്ല. ഗ്രഹണ്ട എന്താണെന്നറിയാം. അപ്പോൾ കുറച്ച് ദിവസമായി സ്വന്തമായിട്ട് വായിച്ചു ഭയങ്കര മടി. സിനിമ വാരി തന്നപ്പോൾ ഒരു ഹരം കയറിയിരിക്കും. അരുണിൻ്റെ ശത്രു അത് വലിയ ചപ്പ്. കണ്ടിട്ട് ചോറ് വാരി തന്നീനോ ഉണ്ടോ? എൻ്റെ അമ്മ അല്ല കേട്ടോ. നോക്കിയ മക്കളെ, ഞാൻ സത്യം പറയാം. 1.5 വയസ്സായപ്പോൾ എൻ്റെ മൂത്തേട്ടത്തിൻ്റെ അടുത്ത് എറിഞ്ഞിട്ട് കൊടുത്ത് എൻ്റെ അമ്മ അപ്പുറത്തെ റൂമിൽ പോയാൽ ഞാനും ഓളും അന്ന് തൊട്ടുള്ള കമ്പനിയാണ്. ഞാൻ രണ്ടാമത്തോളട്ട് പാര വെക്കും. അത് ഞങ്ങളുടെ സ്വഭാവം. ഇപ്പോൾ ഞങ്ങൾ സെറ്റല്ലായിരുന്നു. ഇപ്പോഴും ഞാനും നോക്കുന്ന മറ്റോട് ഓർക്കുക. കുറച്ച് മോനെ കൂട്ടല്ലേ. രണ്ടെണ്ണത്തിൻ്റെ മനസ്സിലിരിപ്പ് ഇതൊക്കെ അല്ലേ. കാടിന് സ്വന്തമായിട്ട് ചോറ് വാരി തിന്നിട്ട് പിടിക്കുന്നില്ല മക്കളെ. അത് വല്ലാത്തൊരു സംഭവം തന്നെ ഉണ്ടോ ഈ ചോറ് വാരി തരിക എന്ന് പറയുന്നത്. ഒരു പിടി മതിട്ടോ, വെള്ളം അറിഞ്ഞത്. ഇതൊന്ന് കാണിക്കും മോനെ, കാണിക്ക്. ഞാനെന്തമ്മ മറ്റേ ഗുരുവായൂർ ഗണേശനോ ഒരു പിടിയല്ലേ പണ്ട് വാപ്പിച്ച് ഉരുളാക്കി തരുന്ന ഓർമ്മ ഉണ്ടോ? നടക്കൂല സോബിയ, പകുതി വേണോ മോനെ? എന്റെ പൊന്നെ, ഉമ്മന്റെ വിചാരം ഞാൻ ഗുരുവായൂർ കേശവനാണ്. കുറച്ച് മതി, കുറച്ചുകൂടി മതി ഉമ്മ, കുറച്ച് മതി ഉമ്മ. എനിക്ക് രാവിലത്തെ പത്തി എന്നെ മേലോട്ട് എടുക്കുന്നു. അത് വാർത്തമാണ് വേണ്ട. അപ്പൊ വേഗം പോയി അമ്മമാരുടെ അടുത്ത് പോയി വേഗം ചോറ് വാരിക്കാൻ വേണ്ടിട്ടോ.